കേരളത്തിൽ BJP 3 സീറ്റ് പിടിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേട്ടം എന്ന് പറയുന്നത് ചാത്തന്നൂർ BB ഗോപകുമാർ. ഒരു പരിധി വരെ അത് അപ്രതീക്ഷിതമായിരുന്നു. പക്ഷെ നമുക്ക് സർവേക്ക് പോയപ്പോൾ നമുക്ക് തോന്നിയിരുന്നു, പക്ഷേ കഴിഞ്ഞ 2 തവണയും അദ്ദേഹം 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നുള്ളതല്ലാതെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. എനിക്കത് കൊല്ലം ജില്ലയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമായിട്ട് ചാത്തന്നൂർ മാറി. അത് മാറിയത് കഴിഞ്ഞ ഒരു 3 ടേമായിട്ട് ഇദ്ദേഹം തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്, BB ഗോപകുമാർ. ഇത് പൊതുകാര്യ പ്രസക്തനാണ്. SN ട്രസ്റ്റിൻ്റെ സ്കൂളിൽ പ്രധാന അധ്യാപകനായിട്ട് വിരമിച്ച ആളാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല ചാത്തന്നൂർ SNDP യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതെ, അപ്പം അത്രയും നേട്ടങ്ങൾ മാത്രമല്ല ഈഴവ സമുദായം ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഈ ചാത്തന്നൂർ. കൊല്ലം ജില്ല എന്ന് പറയുന്നത് തന്നെ മെജോറിറ്റിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഈഴവ സമുദായത്തിൻ്റെ ഒരു അടിത്തറ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ചാത്തന്നൂർ ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്തതാണ്. ജി ദേവരാജൻ ഫോർവേഡ് ബ്ലോക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ്, അദ്ദേഹത്തിന് കൊടുത്തതാണ്. അപ്പം ജി ദേവരാജന് കൊടുത്തു. പക്ഷേ അവർ പരാജയ ഭീതിയിലാണ് അവർ പോകുന്നത്. ഇപ്പം ശരിക്കും ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇക്കുറി ഒരു സുവർണാവസരം കിട്ടിയതാണ്. ആ സുവർണാവസരം ഒരുക്കി കൊടുത്തത് CPI ആണ്. ജയലാലിനെ മാറ്റി. ജയലാൽ 2 വട്ടം ജയിച്ചതാണ് അവിടെ, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. അവിടെ പോലും ഈ ഗോപകുമാർ 2 തവണ ബാക്കിൽ വന്നെങ്കിൽ പോലും ആ 2 തവണയും നല്ല വ്യത്യാസത്തിലാണ് അദ്ദേഹം ബാക്കിലേക്ക് പോയത്. ഈ ജയലാലിൻ്റെ ടൈം വ്യവസ്ഥയിൽ അവർ ഒഴിവാക്കുകയും ഇദ്ദേഹം പുതിയതായിട്ട് രാജേന്ദ്രൻ അദ്ദേഹം വരികയും ചെയ്തപ്പോൾ ശരിക്കും മണ്ഡലത്തിൽ സുപരിചിതനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇദ്ദേഹമായി BB ഗോപകുമാറായി മാറി. പിന്നെ പോരായെങ്കിൽ കോൺഗ്രസ് നിർത്തിയത് സൂരജ് രവിയാണ്, രവിയുടെ മകൻ MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മകനെയാണ് നിർത്തിയത്. പക്ഷേ അവിടെ തന്നെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതെ. അപ്പോൾ BB ഗോപകുമാർ ആരാണെന്ന് ഇന്നലെയാണ് സോഷ്യൽ മീഡിയയൊക്കെ തപ്പി തുടങ്ങുന്നത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തന്നെ ഇദ്ദേഹത്തെ ഞാൻ വാച്ച് ചെയ്തോണ്ടിരുന്നതാണ്. അതിന് കാരണം മറ്റൊന്നുമില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ മൊത്തം 2-3 സീറ്റൊക്കെ പറഞ്ഞ് വലിയൊരു തരംഗം ഉണ്ടാക്കി BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരേന്ദ്രൻ 2 സീറ്റ് മത്സരിക്കുന്നു. അദ്ദേഹം കോന്നിയിൽ മത്സരിക്കും, മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു. മഞ്ചേശ്വരത്ത് അദ്ദേഹം വലിയ ഹെലികോപ്റ്റർ പോകുന്നു, അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. അദ്ദേഹം അവിടെ സീറ്റ് പിടിക്കുമെന്നുള്ളൊരു വലിയൊരു പ്രതീതി ജനിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു യുവമോർച്ച പ്രവർത്തകനാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം അത് വിലയിരുത്തിയത്, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ കൃത്യമായിരുന്നു. ചേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല, 1 സീറ്റ് പോലും ഇത്തവണ BJPക്ക് കിട്ടത്തില്ല. അപ്പോൾ കിട്ടുവാണെങ്കിൽ ചാത്തന്നൂരിലൊരു ഗോപകുമാർ എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്, അദ്ദേഹത്തിൻ്റെ സീറ്റ്. അപ്പോഴാണ് എനിക്ക് ചാത്തന്നൂർ നമ്മൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. BJPക്ക് അങ്ങനെ ഒരു മണ്ഡലം. നമ്മളിപ്പം തിരുവനന്തപുരത്ത് 4-5 മണ്ഡലം കേട്ടിട്ടുണ്ട്. പിന്നെ പത്തനംതിട്ട ശബരിമല ഇതിന് ശേഷം പത്തനംതിട്ട കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് ആദ്യമായിട്ട് കേൾക്കും. ഈ ചാത്തന്നൂരിന് വേറെ പ്രത്യേകത ഉണ്ട്. ഈ ചാത്തന്നൂർ മണ്ഡലത്തിന് CV പത്മരാജനും P രവീന്ദ്രനും, അതെ, 2 പേരും മുൻ മന്ത്രിമാരാണ്. CPIയുടെ നേതാവായിരുന്ന P രവീന്ദ്രൻ, KPC പ്രസിഡന്റ് മന്ത്രിയായിരുന്നു CV പത്മരാജൻ. ഇവർ 2 പേരും അടുത്ത ബന്ധുക്കളുമാണ്. അതേസമയം 2 പേരും പരസ്പരം മത്സരിച്ച് മാറി മാറി വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. CV പത്മരാജൻ ശരി ധനമന്ത്രിയായിരുന്നു, അദ്ദേഹം ധനമന്ത്രിയായിരുന്നു, KPC പ്രസിഡന്റ്, വൈദ്യുതി മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ യുവമോർച്ച നേതാവ് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴുണ്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ചാത്തന്നൂർ. 1 സീറ്റും ഇല്ല, ഈ ചാത്തന്നൂർ മാത്രം നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് തൊട്ടേ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ചാത്തന്നൂരിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് അന്ന് തൊട്ടേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആണ് ഏറ്റവും അവസാനം ഈ എക്സിറ്റ് പോളിന് ശേഷമാണ് ചാത്തന്നൂർ ഇവരുടെ ഇതിൽ വന്നത്, BJPയുടെ ലിസ്റ്റിൽ വന്നത്. അതിനു മുമ്പ് 2 സീറ്റ് അവർ പറഞ്ഞു, ആ 2 സീറ്റ് അവർക്ക് കിട്ടി, നേമവും കഴക്കൂട്ടും. ഞങ്ങൾ ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ കുറച്ച് ഉൾപ്രദേശത്തൊക്കെ പോയിരുന്നു. സർവ്വ തുടങ്ങിയത് ചാത്തന്നൂരിൽ നിന്നായിരുന്നു. അപ്പം എല്ലായിടത്തും ഈ തൊട്ട് പിറകെ അദ്ദേഹം നിൽക്കുന്നുണ്ട്, ഗോകുമാറുണ്ട്. CPIക്കാണ് അവിടെ നമ്മൾ നേരിയ വ്യത്യാസമേ ഉള്ളൂ രണ്ടും തമ്മിൽ. CPI സ്ഥാനാർത്ഥിയും ഇദ്ദേഹവും തമ്മിൽ നേരിയ വ്യത്യാസമുള്ളൂ. എങ്കിൽ പോലും തൊട്ട് പിന്നാലെ അദ്ദേഹം ഉണ്ട്. നമ്മളൊരു 10 പേരെ കാണുമ്പോൾ അതൊരു ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം, 5 പേര് വീതം 20 പേരെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാണെങ്കിലും ശരി, അദ്ദേഹം മത്സരിക്കുന്നു. ഇന്നലെ തുടക്കം തൊട്ടേ ഒരു ലീഡ് നില അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. നമ്മൾ മൊത്തം 5 സീറ്റ് വരെയാണല്ലോ NDA ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് തിരുവല്ലയായിരുന്നു, മറ്റൊന്ന് പാലക്കാടുമായിരുന്നു, പിന്നെ ഈ പറയുന്ന 3 മഞ്ചേശ്വരത്ത് കുറച്ച് നേരം കണ്ട ലീഡ് ചെയ്തുള്ളൂ. മഞ്ചേശ്വരം വലിയ തോൽവിയിലേക്കാണ് പോയത്.
കെ സുരേന്ദ്രനെ നന്നായിട്ട് അവർ കാലുവാരിയ ലക്ഷണമാണ് അത്രയും വലിയ സീറ്റ് പോകുന്നത്. ഇപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ കണ്ടത് ഇപ്പം അനൂപ് ആൻ്റണി എന്ന് പറയുന്ന തിരുവല്ലയിൽ മത്സരിച്ച BJP നേതാവും ഈ പറയുന്ന നമ്മുടെ ഗോപകുമാർ, ഇവർ CR മഹേഷിനെ പോലെയും ജ്യോതികുമാർ ചാമക്കാലയെ പോലെയും മണ്ഡലത്തിൽ തങ്ങി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഈ അനൂപ് ആൻ്റണി തിരുവല്ലയിൽ ജയിക്കുമായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയോ? ഈ 2001 അദ്ദേഹം ഇതുപോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ സകല തയ്യാറെടുപ്പും നടത്തി ഇരിക്കുന്ന സമയം. അപ്പോൾ അനൂപ് ആൻ്റണി ഈ സുരേന്ദ്രൻ പക്ഷത്തിന് അനഭിമതനാണ്. അങ്ങനെ ഇവർ അനൂപ് ആൻ്റണി എടുത്ത് അമ്പലപ്പുഴയോ ചേർത്തലയോ എങ്ങാണ്ട് ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്നറിയോ? ഇവിടെ അശോകൻ കുളനട എന്ന് പറയുന്ന പഴയ BJPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ അവിടെ മത്സരിപ്പിക്കുന്നു. അശോകൻ കുളനട ദയനീയമായിട്ട് 3-ാം സ്ഥാനത്ത്. അത് 21,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അത്രയും വോട്ടിനകത്ത് ദയനീയമായിട്ട് അയാൾ പുറകിൽ പോകുന്നു. അപ്പോൾ വീണ്ടും എന്ത് പറ്റുന്നു? പ്രസിഡന്റ് മാറുന്നു. അപ്പോഴും അനൂപ് ആൻ്റണി ഇവിടെ തന്നെ തുടരുന്നു. അനൂപ് ആൻ്റണിക്ക് നല്ല ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. അനൂപ് ആൻ്റണി ഇവിടെ തന്നെ തുടരുന്നു. അങ്ങേര് ഇവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങേര് ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നു. അവസാനം സ്റ്റേറ്റ് പ്രസിഡന്റ് മാറുന്നു. അതോടെ അയാൾ സീറ്റ് ഉറപ്പിക്കുന്നു. കെ സുരേന്ദ്രൻ മാറുന്നതോടെ രാജീവ് ചന്ദ്രശേഖരനോടെ അയാൾ സീറ്റ് ഉറപ്പിക്കുന്നു. മാത്രമല്ല നരേന്ദ്രമോദി പ്രചാരണത്തിന് വരുന്നു. അയാൾ പിടിച്ചു. അതുപോലെ തിരുവല്ല ഒരു ക്രൈസ്തവ മണ്ഡലത്തിൽ അദ്ദേഹം പോയിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. ഏതാണ്ട് അതേ രീതിയിലാണ് ഈ പറയുന്ന ഗോപകുമാർ. എനിക്കൊന്ന് ചാത്തന്നൂർ 1-ാം ക്ലാസ് മണ്ഡലത്തിൽ പെടുന്നതല്ലെന്ന് തോന്നുന്നു. അല്ല, അത് A ക്ലാസ് മണ്ഡലം ആയിരുന്നില്ല. അത് A ക്ലാസ് മണ്ഡലം ആക്കിയെടുത്തു, A+ ആക്കി. ഇനിയിപ്പോൾ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാവും. മാത്രമല്ല ഒരു പുതിയ BJP സംസ്ഥാന നേതൃനിരയിൽ പുതിയൊരു താരോദയം ഉണ്ടാവുകയാണ്. അവരൊരു MLA ആണ്. BJPക്ക് ആകെ 3 MLA നിലവിലുള്ളൂ. അപ്പോൾ ഈ ഗോപകുമാർ എന്ന് പറഞ്ഞ ആൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറുകയാണ്. അതാണ്. എന്തായാലും BJPയുടെ അപ്രതീക്ഷിത വിജയം, ഇത്തവണത്തെ ആദ്യ BJP വിജയം. അതായത് നമ്മൾ സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ രാജഗോപാൽ കഴിഞ്ഞാൽ അടുത്ത MLA ആയിട്ട് ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇദ്ദേഹമാണ്, BB ഗോപകുമാറാണ്. നമ്മുടെ BJP നേതാക്കളുടെ സംസ്ഥാന നേതാക്കളുടെ പട്ടികയിൽ ഒന്നും പെടാത്ത, യാതൊരു ഗ്ലാമറിൽ വരികയോ ഒന്നും ചെയ്യാത്ത, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഇതിലേക്ക്. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സമുദായ സമവാക്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്നലെ ഇപ്പോൾ BJPയുടെ 3 സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ അത് 2 പേര് പിന്നോക്ക സമുദായക്കാർ, ഈഴവ സമുദായക്കാരാണ് എന്നുള്ളതാണ്. അതാണ് BJP എപ്പോഴും വരേണ്യവർഗത്തിന്റെ പാർട്ടിയായിട്ട് വിലയിരുത്തപ്പെടുന്നവരാണ്. പക്ഷേ നമുക്കറിയാം വോട്ട്. പിന്നെ വേറൊരു വലിയ ഒരു പ്രശ്നം, BJP മുന്നോക്കം പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP ജയിച്ച സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അപ്പോൾ ഇവർ ഒരു ഡീല് ഉന്നയിക്കുന്നുണ്ട്. CPM ഇപ്പോൾ പറയുന്ന ഡീൽ എന്താണ്? BJP കോൺഗ്രസും തമ്മിൽ ധാരണയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലോ, അവർ നേരത്തെ അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. കാരണം BJPയുടെ ഏറ്റവും പ്രധാന ശത്രു കോൺഗ്രസ് ആണ്. പിന്നെ CPMനെ സഹായിക്കാൻ വേണ്ടി BJP ഇവിടെ നടത്തിയ നാടകങ്ങൾ മുഴുവൻ നമുക്കറിയാം. 2020 എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ടുവരുന്നു, BDJSനെ കൊണ്ടുവരുന്നു, A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ ഇവരെ പിടിച്ചു നിർത്തുന്നു. BJPയുടെ വോട്ട് ശതമാനം താഴെ പോകുന്നു. മാത്രമല്ല കോൺഗ്രസും BJPയും തമ്മിൽ കേരളത്തിൽ ഒരിക്കലും ഒരു ധാരണ ഉണ്ടാവില്ല. CPMുമായിട്ട് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം BJPയും CPMമാരും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷരായ ആളുകളും BJPക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകൾ അതനുസരിച്ച് കാണില്ലല്ലോ. ഇത്തവണ നടന്നിരിക്കുന്നത് സിമ്പിളായിട്ട് പറയാം, സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ സിമ്പിൾ ലോജിക്കായിട്ട് പറഞ്ഞു, ജനം അടുത്തു. ജനം ഈ പറയുന്ന പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ, ഇവിടുത്തെ CPMകാരെയും കൊണ്ടും മടുത്തു. ജനത്തെ ദ്രോഹിച്ചു. CPMകാർക്ക് പോലും ഇവിടെ രക്ഷയില്ലാത്ത അവസ്ഥ വന്നില്ലേ? CPMകാർ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർ പിന്നോക്കം പോയത് അതാണല്ലോ. അതാണ്. എന്താണെങ്കിലും ശരി, BB ഗോപകുമാറിൻ്റെ ആ ഒരു ജയം ചാത്തന്നൂർ പോലൊരു മണ്ഡലത്തിൽ ജയിക്കാം എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് BB ഗോപകുമാർ. അത് BJPക്ക് വലിയ ഒരു ഉണർവ് കിട്ടും. മാത്രമല്ല അതൊരു CPI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എത്രയോ വർഷങ്ങളായി അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം BJP നേതാവ് പിടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ ശിഷ്യ സമ്പത്തുണ്ടായിരിക്കാം. അവിടെ അദ്ദേഹം അധ്യാപകനായിരുന്ന ആൾ, ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആളെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ ശിഷ്യ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. മറ്റേ തന്നെയാണ് പ്രധാന കാരണം. സ്ഥിരം മുഖമായിട്ടുള്ള GS ജയലാലിന് പകരം ഇദ്ദേഹം വേറൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടുത്തെ ഏറ്റവും വേറെ 2 സ്ഥാനാർത്ഥികളും പുതുതായിട്ട് വന്നവരാ. അതെ, ഈ സൂരജ് രവി ആണെങ്കിലും രാജേന്ദ്രൻ നേരത്തെ കൊല്ലത്ത് മത്സരിച്ചിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ. അപ്പൊ പക്ഷെ ഇവിടെ പുതുമുഖമാണ്. അതെ,
അങ്ങനെ വന്നതാണ്. അതുകൊണ്ടാണ് ഈ ബി ഗോപകുമാറിന് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ വലിയ ബഹളമൊന്നും ഇല്ലാതെ, വലിയ ഗ്ലാമറൊന്നും ഇല്ലാതെ വന്ന് നേടിയ ഒരു BJPയുടെ ഒരു MLA സ്ഥാനത്തേക്ക് വരുന്നു. ഇനി BJPയുടെ സംസ്ഥാന നേതാക്കളുടെ പട്ടികയിലേക്ക് ഒരാൾ കൂടി കടന്നു വന്നിരിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. അദ്ദേഹത്തെ ശരിക്കും BJP മാതൃകയാക്കി മുന്നോട്ട് പോയ കുറച്ച് മണ്ഡലങ്ങൾ കൂടി ഇവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും.